ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹമാണെന്ന് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം എനിക്ക് നൽകിയ ചില വചന വെളിപ്പാടുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി ആഗ്രഹിക്കുന്നു. ദൈവം തുറന്നു തന്ന ചില വിടുതലിൻ്റെ സന്ദേശങ്ങളാണ്. വചനമാണല്ലോ നമ്മെ വിടുവിക്കുന്നത്. അതിനാധാരമായി എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലെ അതിൻ്റെ 3-ൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. അപ്പം അവിടെ പറയുന്നതിന് മുമ്പ് അവിടെ ആദ്യം പറയുന്നത് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓടുക. ആരെ നോക്കി ഓടണം? ശ്രദ്ധിക്കണമേ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കി ഓടുക. എന്നാലേ അവൻ മുൻപിലുള്ള സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതു ഭാഗത്തിരിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, വിടുതൽ വെറുതെ വരുന്നതല്ല. കർത്താവിന്റെ അഭിഷിക്തന്മാര് വിടുതൽ സംഭവിക്കട്ടെ, അത് മാറിയിരിക്കുന്ന പറയുമ്പോൾ അത് മാറും. ക്ഷണത്തിൽ നിങ്ങൾക്കൊരു ബന്ധനമുണ്ട്, അവിടെ അഴിയും. പക്ഷെ കണ്ടിന്യൂലി നിങ്ങൾ ആ വിടുതൽ നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ യേശു പറഞ്ഞോളൂ, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു. ഇഫ് യു അബൈഡ് ഇൻ മൈ വേർഡ്, കണ്ടിന്യൂലി അബൈഡ് ഇൻ മൈ വേർഡ്, കണ്ടിന്യൂലി സ്റ്റാൻഡ് ഇൻ മൈ വേർഡ്. ശ്രദ്ധിക്കണമേ, ഇവിടെ അതാണ് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ പോകുന്നത്. വചനത്തിനകത്തെ ഒരു സത്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും അടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെ വിരോധം സഹിച്ചവനെ. ശ്രദ്ധിക്കണമേ. അപ്പം നമ്മൾ എപ്പോഴും ദൈവമക്കൾ മനസ്സിലാക്കണം, നമുക്ക് സാക്ഷികളുടെ ഒരു വലിയ സമൂഹം വേണമെങ്കിൽ പറയാം. സീയോൻ പർവ്വതത്തിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും ഹബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും ഒക്കെ അത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും, അപ്പൊ ഇതെല്ലാം എല്ലാവരുടെയും ദൈവമായ ദൈവത്തിനും ഇതെല്ലാം പറയുന്ന നമ്മളെ ആ ആത്മ മണ്ഡലത്തിൽ നാം നിൽക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് വി കനോട്ട് റെക്കഗ്നൈസ് വിത്ത് യുവർ ഫിസിക്കൽ ഐസ്, വിസിബിൾ ഐസ്. ഇത് സ്പിരിച്വൽ റെലമാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ വിടുതൽ നടക്കണമെങ്കിൽ സാക്ഷികൾ, എൻ്റെ ചുറ്റും ദൂതന്മാരുണ്ട്, എനിക്ക് ചുറ്റും കാവലുണ്ട്. പ്രത്യേക ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഐ എം നോട്ട് അലോൺ, ഞാൻ തന്നെയല്ല, എൻ്റെ കൂടെ ഒരു ദൈവ സമൂഹമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്, ദൈവിക സൈന്യം എന്നോട് കൂടെ ഉണ്ട്. 2, നാം ഓട്ടക്കളത്തിലാണെന്ന് മറന്നു പോലെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട്. അപ്പൊ ഏത് ദൈവവേദന ചിന്തിച്ചോണം, യു ആർ ഇൻ ദ ഫീൽഡ്. നമ്മളെന്തോ ഓൺ ദ ട്രാക്ക്, നമ്മൾ ആ ട്രാക്കിലാണ്. ആ ട്രാക്കിൽ ഭാരം കൊണ്ട് ഓടാനൊക്കത്തില്ല. ട്രെയിനുകൾ ഞാൻ എപ്പോഴും പറയും, ഒത്തിരി ഭാരമുള്ള ലഗേജുള്ള ഒരാൾക്ക് ഫ്രീ ആയിട്ട് സ്പീഡിൽ ഓടുവാനോ നടക്കുവാനോ പറ്റത്തില്ല. ഞങ്ങൾ ഈ ഫ്ലൈറ്റുകളൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, ലഗേജ് എല്ലാം കയറ്റി വിടുമ്പോൾ നമ്മൾ ഫ്രീ ആയി, അല്ലെ, കയ്യിൽ എന്തെങ്കിലും ചെറിയ എന്ന് പറയുന്ന പോലെ മുറുകെ പറ്റുന്ന പാപവും ഭാരവും. അതാ ഞാൻ അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവത്തിന്റെ കാര്യങ്ങളിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നാകാൽ സകല ചിന്താകുള്ളൂ അവൻ്റെ മേലിട്ടുകൊള്ളുക. അത് വചനത്തിന്റെ വെളിപ്പാടാണ്. മുറുകെ പറ്റുന്ന പാപം നമ്മെ ആകർഷിക്കുന്ന, അട്രാക്ട് ചെയ്യുന്ന ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം നമ്മെ നയിക്കുന്ന, അതിൽ നിന്നും അവിടെ എഴുതിയിരിക്കുകയാണ്. ശ്രദ്ധിക്കണമേ, മുറുകെ പറ്റുന്ന പാപം വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാൻ. സ്ഥിരതയോടെ ട്രാക്കിൽ. അതാണ് പൗലോസ് പറഞ്ഞ, ഓട്ടക്കളത്തിൽ എല്ലാവരും ഓടുന്നെങ്കിലും എല്ലാവരും ബിരുദ പ്രാപിക്കുന്നില്ല. സ്ഥിരതയോടെ ഓടുക. ആരെ നോക്കി ഓടണം? അതാണ് എൻ്റെ പോയിന്റ്. അതാണ്, ആരെ നോക്കി ഓടണ്ടേ? അബ്രഹാമിനെ നോക്കി ഓടാനൊക്കത്തില്ല, കുറവുകളുണ്ട്. ദാവീദിനെ നോക്കി ഓടാനൊക്കത്തില്ല, അവരൊക്കെ നല്ലവരായിരുന്നു, അവരൊക്കെ വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചവരും ദൈവത്തിനോട് നിന്നവരുമാണ്. എന്നാൽ ആരെ നോക്കി ഓടണ്ടേ? മോശയെ നോക്കിയാൽ കുറവുകളുണ്ട്, എല്ലാവരിലും കുറവുകളുണ്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ദൈവം, ഫിനിഷർ ആൻഡ് ഓതർ ഓഫ് അവർ ഫെയ്ത്ത്, അവനെ നോക്കിക്കൊണ്ട് വേണം ഓടാൻ. ആ ഓട്ടം നിത്യത വരെ നമ്മളെ എത്തിക്കും. മറ്റവർക്കൊന്നും നമ്മളെ അവിടം വരെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഇവിടെ മാത്രമേ പറ്റത്തുള്ളൂ. ഷാജി പാസ്റ്റർക്കാരെ നിത്യതയെ കൊണ്ടുപോകാനൊക്കത്തില്ല. നയിക്കാം, എനിക്ക് സുവിശേഷം പറയാന്നുള്ളതേ ഉള്ളൂ. എത്തിക്കുന്ന ദൈവം, ഞങ്ങൾക്ക് പറയുക എന്നുള്ള ഡ്യൂട്ടിയേ ഉള്ളൂ. ആ എത്തിക്കുക, അതാണ് സ്വർഗത്തിൽ കയറിയവനല്ലാതെ നിക്കോദിമോസോട് പറഞ്ഞു. സ്വർഗത്തിൽ ഇരിക്കുന്നവനും ഇറങ്ങിയവനും കയറിയവനും ഇറങ്ങിയവനും കയറിയവനും മാത്രമേ അത് പറ്റത്തുള്ളൂ. ദൈവത്തെ സ്തുതിക്കുന്നു.
മുൻപിലുള്ള സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഇത് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ജീവിതം മടുത്തു ആത്മഹത്യ ചിന്തയായിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നെങ്കിൽ ഒരുപക്ഷെ ഈ യേശുവിനെ കുറിച്ചോ ഈ സുവിശേഷത്തെ കുറിച്ചോ ഈ ഒരു വഴിയെ കുറിച്ചോ അറിയാത്ത വ്യക്തിയാണെങ്കിൽ ഇത് നിങ്ങളെ യാദൃശ്യമായിട്ട് ഇത് കാണുന്നെങ്കിൽ നിങ്ങളോടുള്ള സന്ദേശമാണ്. ഓ ഹല്ലേലൂയ! മുൻപിലുള്ള സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച ഇന്ന് പിതാവിന്റെ വലഭാഗം ഇരിക്കുന്ന ആ ദൈവത്തെ അവിടെ എഴുതിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം, ക്രൂശിനെ സഹിച്ച് പിതാവിന്റെ വലഭാഗം ഇരുന്ന് നിങ്ങൾ ഇരിക്കുന്ന, അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ. ഈ വെളിപ്പാട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെ നിങ്ങൾക്ക് ക്ഷീണിച്ചു പോകാതിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ആരെങ്കിലും നിങ്ങളെ കരുതാമെന്ന് പറയുമ്പോഴല്ല, സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നു. ശ്രദ്ധിക്കണമേ, ഭാരവും പാപവും നിങ്ങൾ വിട്ടേ മറ്റത്തുള്ളൂ. ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ തന്നെ ആ പാപവും ഭാരവും വിടണം. ഓട്ടക്കളത്തിലാണെന്ന് ബോധ്യം വേണം. സ്ഥിരതയോടെ ഓടണം. ആരെ നോക്കി ഓടണം? വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്ന കർത്താവിനെ നോക്കി ഓടണം. തീർന്നില്ല അവൻ മുൻപിലുള്ള സന്തോഷം. ഞാനത് പറയാം, ദൈവം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഏതെങ്കിലും കാര്യത്തിൽ ഒരുപക്ഷെ നിങ്ങൾ തകർന്ന ഒരു ബിസിനസ് ഒരു പരാജയത്തിന്റെ തട്ടിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വഴി നിങ്ങൾ കാണുന്ന വഴി തുറക്കും നിങ്ങൾ കാണണം. അതിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യാൻ തുടങ്ങും. ചെങ്കടൽ പിളർന്നിട്ടല്ല അവർ കാലെടുത്ത് വെച്ചത്, വിശ്വാസത്താൽ അവർ ആ മോശ വടി നീട്ടുമ്പോൾ തന്നെ അത് മാറി, അത് നീങ്ങി എന്നുള്ള അതാണ് വിശ്വാസത്താൽ അവർ ചെങ്കടലിലൂടെ ഉണങ്ങിയ നിലത്തൂടെ എന്ന പോലെ. ആമേൻ. ഇന്നെന്നെ കേൾക്കുന്ന ജീവിതമേ, അങ്ങനെയെങ്കിൽ ഈ കടമ്പകളിലൂടെ ഈ വഴികളിലൂടെ എല്ലാം ഈ കഷ്ടതകളുടെ വേദനകളിലൂടെ കടന്നുപോയ ദൈവം ആമേൻ മുൻപിലുള്ള സന്തോഷമോർത്ത് താൻ അപമാനം അലക്ഷ്യമാക്കി താൻ ക്രൂശിനെ സഹിച്ച് ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തേക്ക് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പറയും. ആരെങ്കിലും അവന് ബലഹീനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ കർത്താവിനെ നോക്കിക്കൊണ്ട് ആ വചനമായ ദൈവം, ആദിയിലുണ്ടായിരുന്ന വചനമായ ദൈവം ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞവൻ, ജീവനും ചൈതന്യവുമുള്ള വാളായിരിക്കുന്ന വചനം വായിൽ നിന്ന് പുറപ്പെടുന്നവൻ, അവന്റെ നാമത്തെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ വഴികളിൽ നമുക്ക് പ്രകാശം. ഞാൻ എപ്പോഴും പറയും, ഒരു വാഹനത്തിന് എമർജൻസി ഡോറുള്ള പോലെ തകർന്നെന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ട്, ക്ഷീണിച്ച് നിരാശയുടെ അടിത്തട്ടിൽ കടന്നുകൊണ്ട് അയ്യോ മതി മടുത്തു ഏലിയാവിനെ പോലെ ചൂരച്ചിടിത്തടലിന്റെ അനുഭവങ്ങളിൽ കടന്നുകൊണ്ട് കാണുന്ന ചില ജീവിതങ്ങൾ എന്നെ പരിശുദ്ധാത്മാവിനെ ഞാൻ ദർശിക്കുകയാണ്. ആമേൻ. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ആമേൻ. എനിക്കൊരു വഴിയുമില്ല. അവിടെ ദൈവ സാന്നിധ്യം അറിയാൻ അനുഭവിക്കാൻ പോവുകയാണ്. ദൂതന്മാർ നിന്നെ സ്പർശിക്കുകയാണ്. കർത്താവിന്റെ സ്നേഹം നീ അനുഭവിക്കുകയാണ്. ആ തേജോമയനായ ആ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മുറിയിൽ ഇറങ്ങി വരികയാണ്. അതേ മകനെ, അതേ മകളെ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ശബ്ദം ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അതേ കർത്താവിന്റെ കരം നിങ്ങളെ തൊടുകയാണ്. കുഴികളിൽ നിന്ന് തകർന്ന അനുഭവങ്ങളിൽ നിന്ന് ചിലരെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അതേ എൻ്റെ സന്ദേശം ഇതാണ്, ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ വിശ്വാസന നായകനും പൂർത്തിവരുത്തുന്ന കർത്താവ് വഴി ഞാൻ തന്നെ, ഐ ആം ദ വേ ആൻഡ് ദ ട്രൂത്ത് ആൻഡ് ലൈഫ് എന്ന് പറഞ്ഞ അതേ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാമ്പോൾ കർത്താവേ, അങ്ങനെ ആത്മഹത്യ മാത്രമേ എൻ്റെ മുമ്പിൽ, ഒരു വഴി ഞാൻ കാണുന്നില്ല, തകർന്നു എന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ, ഞാൻ എങ്ങനെ പുറത്തു വരുമെന്ന് ചിന്തിക്കുന്ന ഇരുളിൻ്റെ അനുഭവങ്ങളിൽ കിടക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞ അതേ വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്ന കർത്താവിൻ്റെ കരം നിന്നെ തൊടുകയാണ്. നിന്നെ ആ വിഷയത്തിൽ നിന്ന് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അതേ ദൂതന്മാർ അത് ചെയ്യുകയാണ്, സ്വർഗം അത് ചെയ്യുകയാണ്, പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ, വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പ്രേരണ കൊണ്ട് നിങ്ങൾ കേൾക്കുമ്പോൾ, ഈ വചനത്തിനകത്തൂടെ ദൈവം എനിക്ക് നൽകിയ വെളിപ്പാടില് ആമേൻ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതം മടുത്തു എന്ന് ചിന്തിച്ച ഘട്ടങ്ങളിൽ എഴുന്നേൽപ്പിച്ച വചനമായിരിക്കാൽ ഞാൻ വിളിച്ചു പറയുന്നു, വിശ്വാസന നായകനും പൂർത്തിവരുത്തനുമായ അതേ കർത്താവെ ആയിരിക്കുന്നിടത്ത് യേശുവിനെ ഇതുവരെ കർത്താവായി സ്വീകരിച്ചിട്ടില്ലാത്ത വ്യക്തികൾ, ഇതുവരെ യേശുവായിട്ട് ബന്ധമില്ലാത്ത, അതേ എനിക്ക് നിന്നെ ഒന്ന് അറിയണം, ഈ ബ്രദർ ഈ പാസ്റ്ററിങ്ങനൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നതെന്ന് പറയുമ്പോൾ അതേ അസാന്നിധ്യം നിങ്ങളെ തൊടും. ഹൃദയത്തിൽ ദൈവം ഇടപെടും. ഈ വചനം നിങ്ങളെ സ്വതന്ത്രമാക്കും. അത് എനിക്ക് കാണാം. ഒരു വലിയ പ്രത്യാശയാൽ നിങ്ങൾ നിറയുകയാണ്, ഒരു സമാധാനത്താൽ നിങ്ങൾ നിറയുകയാണ്, ഒരു ദൈവകൃപയാൽ നിങ്ങൾ നിറയുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ അതേ വിശ്വാസന നായകനും പൂർത്തിവിടുന്ന കർത്താവിനെ നിങ്ങൾ ധ്യാനിച്ചു. ദൈവം അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. വീണ്ടും വീണ്ടും പറയും, എനിക്കറിയാം നിങ്ങളുടെ ആ ഭാരമുണ്ടല്ലോ, ദുഷ്ടപിശാച് നിങ്ങളുടെ ഹൃദയത്തിലിട്ടിരിക്കുന്ന ആ ഭാരങ്ങളെ, ആ ഇരുട്ടിൻ്റെ അവകാശങ്ങളെ ദൈവം എടുത്ത് കളയുകയാണ്. ബി ഹാപ്പി, ബി ചിയർഫുൾ. ദൈവം കൊണ്ട് ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. ദൈവം സഹായിക്കട്ടെ. നിങ്ങൾക്ക് ഈ ശുശ്രൂഷ അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യുവാൻ സബ്സ്ക്രൈബ് മറക്കല്ലേ. കാണും വരെ സർവശക്തനായ ദൈവം അവൻ്റെ ചരടിൽ നിങ്ങളെ മറക്കട്ടെ. ആമേൻ.